ഞാനേ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞങ്ങൾ ഇന്നൊരു ചെറിയ രീതിയിലൊരു ട്രിപ്പ് പോവാണ്. സ്ഥലം മാത്രമേ എനിക്ക് അറിയുള്ളൂ, വേറെ വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ദേവാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ നമുക്ക് പോകെ നമുക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാട്ടോ. അങ്ങനെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞങ്ങളന്ന് ദേവാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞത്. എനിക്ക് വലിയ രീതിയിൽ അങ്ങനെ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രിപ്പായിരുന്നു. അപ്പോൾ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട്, താമരശ്ശേരി കഴിഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് മസാല ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല വിശന്നിട്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് വീണ്ടും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഹെവി റെയിൻ ആയിരുന്നു, അതുപോലെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇതിലൊക്കെ കോടയൊക്കെ എത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കണ്ടാനാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞ് വയനാട് അങ്ങോട്ട് എത്തി. അതിന് ശേഷമാണ് എനിക്ക് എക്സാക്റ്റ് പണി കിട്ടിയെന്ന് മനസ്സിലായി. നല്ല രീതിയിൽ വോമിറ്റിങ്ങും നോസിയും എല്ലാ പ്രോബ്ലംസും എനിക്കുണ്ടായി. പിന്നെ ഒരു 1.5 മണിക്കൂർ ഞാൻ കിടന്നുറങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ദേവാലയം എത്തിയപ്പോൾ തന്നെ കണ്ട കാഴ്ച ഇതാ. പിന്നെ ഈ മഴയത്ത് വരുന്ന ഞങ്ങളോട് ഇതിൽ കൂടുതൽ വരവേൽപ്പൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണ്ടല്ലോ. ഇത് കണ്ടപ്പോൾ മനസ്സിലുണ്ടായ സന്തോഷം എന്ന് വേറെ തന്നെയാട്ടോ. ഒരുപാട് മരോ ഇതൊക്കെ. ഇത് ദേവാലയം എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരുപാട് ടെമ്പിളാണ്, നല്ല ബ്യൂട്ടിഫുൾ ആണ്. അത് കഴിഞ്ഞ് ഓക്കെ ആയപ്പോൾ ചക്ക വറുത്തതൊക്കെ മേടിച്ചിട്ടുണ്ടായി. ചക്ക വറുത്തത് കഴിക്കുകയാണ്. പഴുത്ത ചക്ക ആണ്. പിന്നെ ഈ ഓറഞ്ച് ഓൾവേസ് എൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അതിനുശേഷം വീണ്ടും ഞങ്ങളിത് മെല്ലെ കഴിച്ച് അങ്ങനെ പോയി. പിന്നെ ഡ്രൈവർക്കും കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഡ്രൈവർ തരാൻ വേണ്ടി പറഞ്ഞതാട്ടോ. അതിനുശേഷം കുറച്ചുകൂടെ നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഭയങ്കര പീസായിട്ട് നമുക്ക് മൈൻഡ് ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ നല്ല സ്പേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടി എടുത്ത് ഇങ്ങോട്ടൊന്നുമില്ല, ഇങ്ങോട്ടെങ്കിലൊക്കെ പോകാമെന്നുള്ളൊരു പ്ലാനിൽ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ദേവാലയമൊക്കെയാണ് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്ത് അപ്പോഴാണ് പെട്ടെന്ന് ഞങ്ങൾ ആ പ്ലാൻ മാറ്റിയത്. നമുക്ക് ഒന്ന് ഊട്ടി വരെ പോയി വരാം. ഊട്ടി വെരി കോമൺ ആയിട്ട് തന്നെ തോന്നുന്ന ഒരു സ്ഥലമാണ്, നമ്മളെപ്പോഴും പോകണമായതുകൊണ്ട് തന്നെ. സോ ഞങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു. അവിടെയും മഴയ്ക്ക് ഒരു കുറവില്ല കേട്ടോ. ഇവിടെ നാട്ടിൽ മഴ ഉണ്ടെന്ന് വിചാരിച്ചപ്പം അവിടെയെങ്കിലും കുറയുമെന്ന് വിചാരിച്ച്, പക്ഷെ ഒരു രക്ഷയില്ല. മഴയും തണുപ്പും എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതും ഞങ്ങൾ പോയി. നല്ല സ്ഥലമാണ് അല്ലേ. എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു കേരളയും തമിഴ്നാടും വലിയ ഡിഫറൻസ് ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു സ്ഥലം എല്ലാ ആൾക്കാർക്കും ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള സ്ഥലമായിരിക്കും. എനിക്ക് എപ്പോഴും കാണുമ്പോൾ ചില ഇംഗ്ലീഷ് മൂവീസൊക്കെ ഓർമ്മ വരും, എന്താണെന്നറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല തേയിലത്തോട്ടം ഇവിടെ കണ്ട് അങ്ങനെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം അതും കണ്ടുകൊണ്ടിരുന്നിട്ടോ. എന്തോ ഇത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അതിനുശേഷം വിശന്ന സമയത്ത് ഇതൊരു മലയാളി ഹോട്ടലാണ്, തലശ്ശേരി തക്കാരം ഊട്ടിയിലുള്ള. അപ്പം അവിടെ കയറിയിട്ട് ബിരിയാണി മേടിച്ചു. കേരള ഫുഡാണല്ലോ എന്ന രീതിയിലാണ് ബിരിയാണി മേടിച്ചത്. നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ചൂടുള്ള ബിരിയാണി. ചൂടൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എനിക്ക് പല്ലിങ്ങനെ കൂട്ടിയിടിക്കുകയായിരുന്നു കുറേ നേരമായിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കില്ലേ എന്നാണ് പറയുന്നത്. എന്താണെന്നറിയില്ല, എനിക്ക് ചൂടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. നല്ലൊരു ഹോപ്പിലാണ് ബിരിയാണിക്ക് വായിലോട്ട് വെച്ചത്. ഫസ്റ്റ് വായിൽ വെച്ച് ഒരു ബൈറ്റ് എടുത്ത സമയത്ത് എനിക്ക് നല്ല ഇഷ്ടമായി. രണ്ടാമത് വെച്ചപ്പം എനിക്കത് കറക്റ്റ് മനസ്സിലായി ഒരു ടേസ്റ്റും ഇല്ല എന്നുള്ളത്. പീസ് ഓക്കെയാണ്, റൈസിനൊക്കെ ഭയങ്കര ഒരു ഫ്ലേവർ ഉണ്ട്. ഫസ്റ്റ് നല്ല ടേസ്റ്റ് തോന്നി, പക്ഷേ എനിക്ക് ഓക്കെ അല്ല. അപ്പോൾ ഞാൻ ഒരു കട്ടൻ ചായ കുടിച്ചു. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് ആയിട്ട് പൊറോട്ടയും ചിക്കൻ കറിയും മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ പൊറോട്ട ഓക്കെ ആയിരുന്നു. ചിക്കൻ കറി ഫസ്റ്റ് കഴിച്ചപ്പോൾ കുഴപ്പമില്ല, പിന്നെ അത്ര ഓക്കെ ആയി തോന്നിയില്ല. പീസ് മാത്രം കഴിച്ചു കേട്ടോ. ഗ്രേവി അവിടെ തന്നെ വെച്ചു. അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് ഇങ്ങനെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഊട്ടിയിലുള്ള വീടുകളാട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുന്ന തീപ്പെട്ടി കൂടൊക്കെ നിരത്തി വെച്ച പോലെ അല്ലേ, കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പം ഈ ഒരു ഭംഗി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറില്ല. എനിക്ക് എപ്പോഴും ലോങ് ആയിട്ട് കാണുമ്പോഴാണല്ലോ കുറച്ചുകൂടെ ഭംഗി തോന്നും. സോ ഞങ്ങളിത് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ വണ്ടിയെടുത്ത് പോവാട്ടോ. അപ്പം കണ്ടില്ലേ, നമുക്ക് അത്ര ഒരു ഭംഗി തോന്നുന്നുണ്ടായിരുന്നില്ല.
അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്യാരറ്റ്, ഫ്രഷ് ക്യാരറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് പോയി മേടിച്ചാണ്. പക്ഷേ നല്ല ഫ്രോഡ് പരിപാടി കേട്ടോ. 1 കിലോ 100, അര കിലോ 90 രൂപ അങ്ങനെ എന്തോ ആണ്. എന്തായാലും ഓക്കെ, എനിക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയില്ല, ഞാൻ മേടിച്ചിട്ടുണ്ടായി. അങ്ങനെ നല്ല കാണാനൊക്കെ നല്ല ക്യാരറ്റ് കേട്ടോ, നല്ല ഫ്രഷാണ്, നല്ല ടേസ്റ്റും ഉണ്ട് നമുക്ക് പച്ചടി കഴിക്കാനായിട്ട്. അതിന് ശേഷം ഞങ്ങൾ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നല്ല തണുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് ചായ കുടിക്കാമെന്ന്. അപ്പോൾ ചായക്കട കണ്ടപ്പോൾ ഞാൻ അവിടെ കയറി. ഇതൊക്കെ വേടി കഴിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് കഴിച്ചില്ല. ഇത് വിറയ്ക്കണതാണ് നിങ്ങൾ കാണുന്നത്. ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ, പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ജാക്കറ്റോ കാര്യങ്ങളോ എടുത്തിട്ടില്ല. പിന്നെ ദിയാ സ്മോക്ക് ചെയ്യണതല്ല കേട്ടോ, തണുപ്പുള്ള ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. എനിക്ക് ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാനൊരു ചായ, കട്ടൻ ചായ കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ഒരു കട്ടൻ ചായ ഓർഡർ ചെയ്തിട്ടാണ് ഈ കഴപ്പനൊക്കെ. അപ്പോൾ കട്ടൻ ചായ എത്തി. കട്ടൻ ചായ കുടിക്കേണ്ടെന്ന് എനിക്ക് പിന്നെയാണ് തോന്നിയത്, കാരണം നല്ല മധുരമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു, ഇറങ്ങിയതാണ് അബദ്ധം എന്നുള്ളത്. ചൂടുണ്ടായിരുന്നെങ്കിലും വലിയ രീതിയിൽ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോയി. പിന്നെ ആ മല ഉണ്ടല്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആല്ലേ കാണാനായിട്ട്. എനിക്കത് ഇത് മലയാന്നൊന്നും വലിയ ഇടിയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. എന്താണെന്നറിയില്ല, എനിക്ക് മലകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അത് കഴിഞ്ഞപ്പം ഞാവൽപ്പഴം എവിടെ കണ്ടാലും ഞാൻ മേടിക്കും, കാരണം എൻ്റെ ഫേവറേറ്റ് ആണ്. ഇവിടെ കുറച്ചുകൂടെ കുഞ്ഞു ഞാവൽപ്പഴമായിരുന്നു. അങ്ങനെ ഇവിടെ 120 രൂപയോ അങ്ങനെ എന്തോ, 100 രൂപയോ 300 രൂപ എന്തോ പറഞ്ഞിട്ടുണ്ടായി. 120 രൂപയ്ക്ക് എന്തോ കിട്ടി കേട്ടോ സംഭവം. അങ്ങനെ അപ്പോൾ അത് ഞങ്ങൾ വാങ്ങി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. തീരെ കറയില്ലാത്ത രീതിയിൽ. നാവ് വയലറ്റ് കളറാവുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കണത്. ഈ ബേക്കറി കണ്ടില്ലേ, കുഞ്ഞ് കുരങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പൊതുവെ അവർക്ക് ഫീഡ് ചെയ്തുന്നതാണ്. പിന്നെ നാച്ചുറൽ ആയതുകൊണ്ടും ഹെൽത്തി ഒക്കെ ആയതുകൊണ്ട് അവർക്ക് കൊടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ഫാസ്റ്റ് ഫുഡൊന്നും അല്ലല്ലോ. അപ്പം അവർക്ക് കുറച്ച് കൊടുത്തു. എന്ത് ക്യൂട്ടല്ലേ കാണാനായിട്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇനി അവിടെ ഒന്നും ശരിയാവില്ല തോന്നി വീണ്ടും ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്. വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തണുപ്പിന് ഒരു കുറവുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു വയനാടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ നാട്ടിലെത്തിയെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പം ഞാൻ ഭയങ്കര ഓക്കെയാണ്, പക്ഷെ ഇതൊന്നുമല്ല യാഥാർത്ഥ്യം. തീരെ ഓക്കെ ആയിരുന്നുണ്ടായിരുന്നില്ല. 2-3 ദിവസമല്ല, ഒരു 1 വീക്കോളം എനിക്ക് ഫീവറും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. ഫുഡ് പോയ്സണും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം കാണുന്ന സമയത്ത് ഒന്നുകൂടെ പോകാമെന്നൊക്കെ തോന്നിയെങ്കിലും അവിടുത്തെ ഫുഡും കാര്യങ്ങളൊന്നും എനിക്ക് അത്ര ഓക്കെ ആയിരുന്നില്ല. ചിലപ്പോൾ ഞാനൊരു ബിഗിനറായിട്ട് പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ശീലമായിട്ടുള്ള ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കും. അങ്ങനെ നല്ല കോടയാട്ടോ. ഇതിൽ വീഡിയോയിൽ എത്ര എനിക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ശരിക്കും ഭയങ്കര കോടുണ്ട്. പിന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇവിടെയൊക്കെ മരമൊക്കെ മുറിഞ്ഞ് വീഴുന്നുണ്ട്, കാരണം നല്ല ഹെവി റെയിനൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നാടെത്തുന്ന സമയത്ത് എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷമാണല്ലോ അല്ലേ. ഏകദേശം ഞങ്ങൾ നാടെത്താനായി. ഇത്രയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.